ആ, ഞാൻ പെരുങ്ങോട്ടൂർശി സ്വദേശിയാണ്. ഞാൻ പോലീസ് സർവീസിൽ SI ആയിട്ട് പിന്നെ റിട്ടയർ ചെയ്ത വ്യക്തി കൂടിയാണ്. ഞാൻ പോലീസ് സർവീസിൽ ഉള്ള സമയത്ത്, പോലീസ് ക്വാർട്ടേഴ്സിൽ ഉള്ള സമയത്ത് നമ്മളുടെ എമറാൾഡ് JP സാർ എന്റെ ക്വാർട്ടേഴ്സിൽ വന്ന് ഈ RCM കുറിച്ച് സംസാരിച്ചു. അന്ന് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അന്ന് പ്രൊഡക്റ്റ് ഇത്രയൊന്നും ഇല്ല, 2009 കാലഘട്ടങ്ങളിലേ പറയുന്നത്. അപ്പൊ ഇന്ന് അന്നിത്ര പ്രൊഡക്റ്റ് ഒന്നും ഇല്ല. അപ്പോ സംസാരിച്ച കാര്യങ്ങളൊക്കെ വരച്ച് ബൈനറി സിസ്റ്റം ഒക്കെ വരച്ച് തന്നു. അതനുസരിച്ച് ഇത് ചെയ്തു. ശരി, എന്തായാലും ഒരു എയർഫോഴ്സുകാരൻ, നമ്മളൊരു സർക്കാർ ഇതാണല്ലോ, പിന്നെ പോലീസിലെ സർവീസ് ആണല്ലോ, അപ്പൊ ഒരു ഫോഴ്സ് എന്ന ഇതില് ശരി ആയിക്കോട്ടെ എന്ന് വെച്ച് ചെയ്തു. അന്ന് മുതൽ ഞാൻ ഈ RCM പ്രൊഡക്റ്റ് നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് പരിധിയുള്ളവർക്കൊക്കെ RCM പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ടേയിരുന്നു. അതിനുശേഷം റിട്ടയർ ചെയ്ത ശേഷമാണ് ഞാൻ RCM സജീവമായിട്ട് ഇത് ചെയ്തത്. അപ്പോൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ JP സാറും രാജേന്ദ്ര സാർ അങ്ങനെ കുറെ പേരെല്ലാവരും കൂടിയിട്ട് ഒരു ഷോപ്പ് കൽപ്പാത്തിയിൽ തുടങ്ങിയിരുന്നു. അത് എല്ലാവരും ജോലിക്കാരായതുകൊണ്ട് അത് കൂടുതൽ ഇത് ചെയ്യാൻ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിർത്തേണ്ടി വന്നു. അതാണ് ആദ്യത്തെ RCMന്റെ ഒരു ഇത്. അതിനുശേഷം എല്ലാ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് ഇത് ചെയ്ത് റിട്ടയർ ചെയ്ത ശേഷം ഞാൻ പെരുങ്ങോട്ടുകുറിച്ചിയിൽ ഒരു RCM ഷോപ്പ് തുടങ്ങി. അത് ഇപ്പോൾ നമ്മുടെ രാജേഷ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് എൻ്റെ RCMന്റെ തുടക്കം. അതിനുശേഷം ഞാൻ RCMല് 2020 ഡിസ്പ്ലേ വാൾ തുടങ്ങി. 2020 ഡിസ്പ്ലേ വാൾ തുടങ്ങി. അന്ന് എൻ്റെ കുറച്ച് മാസം കഴിഞ്ഞതും ഞാൻ ഡയമണ്ട് ക്ലബ്ബ് 5000 PV ഡയമണ്ട് ക്ലബ്ബ്, അതില് ന്യൂട്രി ചാർജ് കൊണ്ട് മാത്രം 5000 PV അന്ന് ചെയ്തു. അപ്പൊ തോന്നിയ മീറ്റിംഗ് ഒക്കെ കേട്ടപ്പോൾ തോന്നി ന്യൂട്രി ചാർജ് 5000 പോരാ, 10000 PV ചെയ്യണം എന്നുള്ള ബേസിൽ ഞാൻ പിന്നെ 10000 PV ചെയ്തു തുടങ്ങി. അങ്ങനെ 2020 കഴിഞ്ഞ് 2021 കൂടിയിട്ട് ഞാൻ സ്റ്റാർ പിൻ അച്ചീവ് എന്നുള്ള അതിൽ, അതായത് ഡയമണ്ട് ചെയ്ത് സ്റ്റാർ പിൻ അച്ചീവ് എന്നുള്ള ഇതില് നമ്മൾ തുടങ്ങി. അങ്ങനെയാണ് ആദ്യത്തെ തുടക്കം. അപ്പൊ അതിൽ നമ്മളെ സഹായിച്ച നമ്മുടെ എമറാൾഡ് JP സാറാണ്. നമ്മളെ ഇതിന് എല്ലാ കാര്യത്തിനും JP സാർ, കൂടാതെ നമ്മുടെ രാജേന്ദ്ര സാറും സഹായിക്കും. എങ്കിലും എനിക്ക് കൂടുതൽ പറയാനുള്ളത് നമ്മുടെ JP സാറാണ്. അതിൽ വേണ്ടി നമ്മളെ പിന്നെ എല്ലാ ദിവസവും എന്നെ വിളിച്ച് അല്ലെങ്കിൽ ഇത് വെച്ച് മോട്ടിവേറ്റ് ചെയ്ത്, അങ്ങേര് സൂലൂർ എയർഫോഴ്സിലുള്ള സമയത്ത് വന്ന് പിന്നെ സംസാരിച്ച് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നമ്മളും അതനുസരിച്ച് പിന്നെ ജെയിംസ് സാറിന്റെ കൂടെ തന്നെ നിന്ന് കാര്യങ്ങൾ. അപ്പൊ ജെയിംസ് സാർക്ക് DCGക്ക് കൊടുക്കുന്ന ആ ബഹുമാനം ഞാൻ JP സാർക്ക് കൊടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ എന്നെ നമ്മൾ ഇന്ത്യയിലേക്ക് TCG ആണ് കൊണ്ടുവന്നതെങ്കിലും എന്നെ RCMലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ JP സാറാണ്. അപ്പൊ JP സാർക്ക് ആ ബഹുമാനം, ആദരവ് കൊടുക്കണം. അപ്പം അതുകൊണ്ട് JP സാർ ഇന്നും അന്നും എന്നും ഞാൻ ഒരു കോൾ JP സാറെ വിളിക്കും. അങ്ങനെ എടുത്താലും എടുത്തില്ലെങ്കിൽ അങ്ങനെ തിരിച്ചു വിളിക്കുന്ന ഉറപ്പാണ്. അപ്പൊ അതാണ് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹ ഇത്. അങ്ങനെയാണ് RCMൽ ഇത് ചെയ്യുന്നത്. അപ്പോൾ RCMൽ നമ്മൾ എന്തിനാണ് വരുന്നത്, എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് വരണ്ടേ. അപ്പൊ നമ്മൾ അതിനു വേണ്ടി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഞാൻ RCMൽ തുടക്കം കുറിച്ചത്. അപ്പൊ ഈ RCMൽ നമ്മളിപ്പോ പിന്നെ എല്ലാവരും ജോലി ചെയ്താണ് പല ഇതും ജീവിക്കുന്നത്. ഈ ജോലി ചെയ്ത ശമ്പളം കൊണ്ട് നമുക്ക് ഒരു കാര്യങ്ങളും നടക്കില്ല. മീൻസ് നടക്കില്ല എന്നല്ല, തട്ടിമുട്ടി പോകുന്നല്ലാതെ വേറെ ഒരു കാര്യങ്ങളും നടക്കില്ല. അത് നമ്മൾ ജോലിക്കാരായ കുറച്ച് പേര് അറിയാതെ, കാരണം തട്ടിമുട്ടി പോകുന്നത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും നമുക്ക് അതിലൂടെ പിന്നെ ബാക്കി വെക്കാൻ, അതായത് വെക്കാൻ പറ്റില്ല. കാരണം ഒരു സമ്പാദ്യം സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ അത് ശരിയല്ലല്ലോ. അപ്പൊ JP സാർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു. നമ്മൾ ഇങ്ങനെ ഒരു സൈഡ് ഇതായിട്ട് ചെയ്താൽ നല്ലൊരു വരുമാനം കിട്ടുന്നുള്ള ഇതില് ഞാൻ JP സാറിന്റെ മാർഗം സ്വീകരിച്ച് അങ്ങനെ ചെയ്തു. അപ്പൊ നമ്മൾ നോക്കൂ, ഇപ്പൊ ഒരു വീട്ടില് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഇവിടെ ചെറുപ്പക്കാർ മുഴുവൻ ഈ സമ്പാദിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാണ്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ തൊഴിലില്ല. തൊഴിലില്ല എന്ന് വെച്ചാൽ തൊഴിൽ പിന്നെ അത് പോയി ഇത് സിസ്റ്റം വന്നതോട് കൂടിയിട്ട് തൊഴിലൊക്കെ ഒരു 10 പേര് ചെയ്യുന്ന ജോലി ഒരു AI റോബോട്ട് കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ തൊഴിൽ കുറയാണ്. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഒരു അനന്തർ പരിപാടി കാണണം. ഇപ്പോഴത്തെ കാര്യം പറയുന്നത്. അപ്പൊ നമ്മൾ അതില് വേറൊരു കാര്യം പറയുന്നത്, നമ്മൾ തൊഴിലില്ല എന്നുള്ള ആ ഒരു ഇതിൽ ഉപരി നമ്മളെ കുട്ടികളൊക്കെ ഇപ്പോൾ പുറത്ത് പല രാജ്യങ്ങളിലും, ഇപ്പൊ എന്റെ 2 മക്കളും, ഒരാൾ കാനഡയും ന്യൂസിലാൻഡാണ്. അപ്പോൾ 2 മക്കളും പോലെ അതുപോലെ പലവരുടെയും മക്കൾ പുറത്താണ്. അപ്പൊ ആ ഇതിൽ നോക്കൂ, കുറച്ച് കഴിയുമ്പോൾ അവിടെ പറയുന്നത് കേൾക്കുന്നത് ഇപ്പൊ അവിടുത്തെ രാജ്യങ്ങളിലുള്ളവർക്ക് മാത്രമാണ് ജോലി കൊടുക്കുന്നത്. ഇപ്പൊ നിന്നവർ നിന്നു, ഇനിയുള്ളവരിനെ ഇങ്ങോട്ട് വരാൻ കുറച്ച് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ പുതിയ ആൾക്കാരിനെ അങ്ങോട്ട് പോകാൻ കുറച്ച് ഭയങ്കര ഇതാണ്. അതിന് നല്ല ടാലന്റ് ഉള്ളവർ മാത്രമേ കൊണ്ടുപോകുള്ളൂ.
അതുകൊണ്ട് നമ്മൾ പിന്നെ ആ കാര്യം കൂടി ചിന്തിക്കണം. കുറച്ച് കഴിയുമ്പോൾ നമുക്കിപ്പോൾ പിള്ളേരൊക്കെ അവിടെ അതാണെങ്കിൽ തന്നെ നമ്മൾ ഒരു കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ പിന്നെ തൊഴിൽ സാധ്യത കൂട്ടണം. അതിന് നമ്മൾ RCMന്റെ ഇത് ചെയ്യണം. അതിന് ഞാൻ മെയിനായിട്ട് RCMൽ ഫോക്കസ് ചെയ്തത് നമ്മൾ ന്യൂട്രിചാർജ് പ്രൊഡക്റ്റുകളാണ്. ന്യൂട്രിചാർജ് പ്രൊഡക്റ്റുകളാണ് ഞാൻ മാക്സിമം പിന്നെ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ന്യൂട്രിചാർജ് പ്രൊഡക്റ്റുകൾ നിരന്തരം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അതിന്റെ കുറവുകൾ ഉള്ളത് നികത്തുമ്പോൾ എനിക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി. ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ് ന്യൂട്രിചാർജ് പ്രൊഡക്റ്റ് എന്നുള്ളത്. അതിൽ ആദ്യമായി നമുക്ക് ഇറങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് ന്യൂട്രിചാർജ് മെൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. ഈ ന്യൂട്രിചാർജ് മെൻ എന്നുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഇപ്പോൾ മഴക്കാലത്തൊക്കെ സാധാരണയായിട്ട് നമ്മൾക്ക് പല രോഗങ്ങളും വരും. അപ്പൊ നമുക്കൊരു പിന്നെ എനർജി വരാൻ വേണ്ടി, അല്ലെങ്കിൽ ജലദോഷം, പനി, അതൊക്കെ പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് സ്ട്രെസ് ഉണ്ട്, മറ്റു പല കാര്യങ്ങളുണ്ട്. ഇതിന് നമ്മൾ എന്താ ചെയ്യുക? ന്യൂട്രിചാർജ് മെന്നിനെയാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ന്യൂട്രിചാർജ് മെൻ എന്ന് പറയുന്ന ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അതാണ് ഇത് കാണുന്നുണ്ട് തോന്നുന്നു. ന്യൂട്രിചാർജ് മെൻ എന്നുള്ള പ്രൊഡക്റ്റ് ആണ് ഇത്. ഡെയിലി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ്. അപ്പൊ ഈ ന്യൂട്രിചാർജ് സെഗ്മെന്റിലത്തെ മെൻ എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവർക്കും. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 33 എസെൻഷ്യൽ പിന്നെ ന്യൂട്രിയൻസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിൽ 13 വിറ്റാമിൻസ്, 13 മിനറൽസ്, 13 പിന്നെ 4 ബോട്ടാനിക്കൽ ആൻഡ് 3 അമിനോ ആസിഡ്സ്, ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഇത് നമ്മൾ പിന്നെ കഴിച്ചു പറഞ്ഞ കുറെ ഗുണങ്ങളുണ്ട്. അതായത് 14 വയസ്സിന് മുകളിലുള്ള എല്ലാവരും രാവിലെ ഭക്ഷണത്തിന് ശേഷം പിന്നെ ഇത് കഴിക്കണം. ഇത് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി കൂടും. മെയിനായിട്ട് നമുക്കൊരു എനർജി കൂടും. പിന്നെ ഹൃദയാരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ്. ഹൃദയാരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ്. പിന്നെ രോഗപ്രതിരോധ ശക്തി, അതായത് ഇമ്മ്യൂണിറ്റി പവർ കൂടും. പിന്നെ പ്രായം കൂടുന്നതിനുള്ള അത് കുറയും. എന്നെ കാണുമ്പോൾ തോന്നുന്നുണ്ടാവില്ലേ 10-30 വയസ്സ്, റിട്ടയർ ചെയ്ത് 10 വർഷമായതാണ്. അപ്പോൾ നമ്മളുടെ ഏജ് ഫാക്ടർ കുറയും. ഏജ് നമ്മൾക്ക് കുറഞ്ഞതായിട്ട് അനുഭവപ്പെടാം. പിന്നെ എന്താണ് മെന്റൽ എബിലിറ്റി, അതായത് കുറച്ച് ഫോക്കസ്, അമിൻ സാറിനെ പോലെ നമുക്ക് കുറച്ച് പിന്നെ മെന്റൽ എബിലിറ്റി കൂടും. പിന്നെ സ്റ്റാമിന കൂടും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ കണ്ണിന്റെ പ്രശ്നത്തിന് ഒരു ഇത് കിട്ടും. അതായത് കാഴ്ചശക്തിക്ക് കൂടുതൽ ഇത് കിട്ടും. അതുപോലെ എല്ലുകളുടെയും പല്ലുകളുടെയും ഇത് നല്ലതാണ്. അതിന് നമ്മൾ ജസ്റ്റ് രാവിലെ ഭക്ഷണത്തോടൊപ്പം ഒരു ന്യൂട്രിചാർജ് മെൻ കഴിച്ച് തുടങ്ങുക. അതാണ് രാവിലത്തെ ഒരു ഇത് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ന്യൂട്രിചാർജ് ഇത് തന്നെ നമ്മൾ ആണുങ്ങൾ മാത്രം കഴിച്ചാൽ പോരല്ലോ. അപ്പൊ ന്യൂട്രിചാർജ് ഇവരും കൂടി കഴിക്കണം. നമ്മുടെ ലേഡീസും കൂടി ന്യൂട്രിചാർജ് കഴിക്കണം. അപ്പൊ ന്യൂട്രിചാർജ് വുമൻ എന്നുള്ള ടാബ്ലറ്റ് ആണ്. പിന്നെ അതാണ്. അപ്പൊ ന്യൂട്രിചാർജ് വുമൻ എന്നുള്ള ടാബ്ലറ്റ് എല്ലാവരും കഴിക്കണം. അതായത് മെൻസസ് പീരീഡ് തുടങ്ങിയ, അല്ലെങ്കിൽ എന്നാണോ കുട്ടികൾ പ്രായപൂർത്തി ആവുന്നത്, പീരീഡ് തുടങ്ങുന്ന അന്ന് മുതൽ കഴിക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ന്യൂട്രിചാർജ് പിന്നെ വുമൻ. ഇതിൽ 50 ന്യൂട്രിയൻസ് ആണ് ഉള്ളത്. 50 13 വിറ്റാമിൻസ്, 13 മിനറൽസ്, 13 ഫ്രൂട്ട് ബ്ലെൻഡ്, അതുപോലെ 6 ബോട്ടാനിക്കൽസ്, 5 അമിനോ ആസിഡ്. ഇതെല്ലാം കൂടി ചേർന്നാണ് ന്യൂട്രിചാർജ് വുമൻ എന്ന് പറയുന്നത്. ഇതും എങ്ങനെ കഴിക്കണം? രാവിലെ ടിഫൻ കഴിഞ്ഞതും 1 ഗ്ലാസ് വെള്ളത്തോടൊപ്പം ഇത് കഴിക്കണം. അത് എല്ലാവരും നിർബന്ധമായിട്ടും കഴിക്കേണ്ടതാണ്. ഇത് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ വിളർച്ച മാറും. നമുക്ക് ഈ ഇതൊക്കെ ആയിട്ട് അനീമിക് കൊണ്ടുള്ള വിളർച്ച മാറും. പിന്നെ ഓരോ ഇതിലും നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന പീരീഡിലും കുട്ടികൾക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത് ആ ബ്ലഡിനെ പരിഹരിക്കാൻ സഹായിക്കും. പിന്നെ അയേണിന്റെ 21 mg ആണ് ഒരു അയൺ വേണ്ടത് ഇതിലുള്ളത്. അപ്പൊ അയേണിന്റെ കുറവ് പരിഹരിക്കും. പിന്നെ PCOD മാറും, കുരുക്കളുള്ള ഇത് മാറാൻ സഹായിക്കും. അതുപോലെ പ്രിമേച്ചർ ഏജ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വയസ്സ് നമ്മൾക്ക് കുറഞ്ഞതായിട്ട് കാണിക്കും. പിന്നെ തൈറോയിഡ് മാറാൻ സഹായിക്കും. അപ്പോൾ അതാണ് അതിൽ ഇത് കഴിച്ചുള്ളത്. അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെന്താ വെച്ചാൽ 5 പ്രധാന ഇതുണ്ട് നമുക്ക്. അതായത് സ്വാഭാവിക ശുദ്ധീകരണങ്ങളുണ്ട്. അതെന്താ വെച്ചാൽ പറഞ്ഞാൽ, ഒന്നാമത്തേത് നമ്മൾക്ക് ഉച്ഛ്വാസവായു, രണ്ടാമത്തേത് നമ്മൾക്ക് വിയർപ്പിലൂടെ, മൂന്നാമത്തെ മലം, നാലാമത്തെ മൂത്രം, അഞ്ചാമത്തെ ആർത്തവം. ഈ സ്ത്രീകൾക്ക് ആർത്തവം കൂടി നമ്മൾക്കൊരു ഇതാണെന്ന് പറയുന്നത്. അപ്പോൾ
ആ ഇതില് എവിടെയെങ്കിലും ഒന്ന് താളം തെറ്റിയ അല്ലെങ്കിൽ തടസ്സം വന്നാൽ ശരീരം തന്നെ അത് കൃത്രിമമായി മാറ്റാൻ നോക്കും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? ചെറിയൊരു എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അപ്പൊ തന്നെ ഇപ്പൊ ചുമ വന്നു വെച്ചു, നമ്മൾ എന്ത് ചെയ്യും? ഉടനെ കഫ് സിറപ്പും മറ്റ് മരുന്ന് കഴിച്ചിട്ട് അതിന് മാറ്റാൻ നോക്കും. ആ മാറ്റാൻ നോക്കുമ്പോൾ അവിടെ സപ്രസ്സായി അത് പിന്നീട് പല രോഗങ്ങൾക്കും ഇതാവും. അപ്പൊ നമ്മൾ അങ്ങനെയുള്ളത് ചെയ്യാൻ പാടില്ല. ശരീരത്തിന് വിട്ടുകൊടുക്കും. ശരീരം തന്നെ പറയണേ എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം, അതുകൊണ്ട് നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കേണ്ട, അത് നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? പല മരുന്നുകളും കഴിച്ചിട്ട് അത് ചെയ്യും. അപ്പൊ ഈ പനി, ചുമ അതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പരിപൂർണ വിശ്രമമാണ് നമുക്ക് കൊടുക്കേണ്ടത്. ആ പരിപൂർണ വിശ്രമം കൊടുക്കാതിരിക്കുമ്പോഴാണ് നമ്മൾക്ക് ചെറിയ ഈ പനിയും ചുമയൊക്കെ വരുമ്പോൾ നമ്മുടെ തന്നെ ഉണ്ട് പഞ്ചതുളസിയുണ്ട്. അത് രണ്ടോ മൂന്നോ നേരം 5 തുള്ളി ഇതിൽ ഉപയോഗിച്ചിട്ട് ചൂടുവെള്ളത്തിൽ ഉപയോഗിച്ച് അത് നമുക്ക് ഉപയോഗിക്കാതെ മാറാൻ പറ്റും. അതുപോലെ അപ്പോൾ ആ വേവിച്ച ഭക്ഷണം ആ സമയത്ത് ഒഴിവാക്കണം. നമ്മൾ വേവിക്കാത്ത കുറച്ച് ഭക്ഷണങ്ങൾ കഴിക്കുക, വെള്ളം ധാരാളം കുടിക്കുക, എന്നിട്ട് നമ്മൾ ബസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് മെയിനായിട്ട് ചെയ്യുക. എന്തെങ്കിലും കൂടുതൽ ക്ഷീണം ഉണ്ടെങ്കിൽ നമ്മുടെ തന്നെ ഒരു സാധനമുണ്ട്, റെഫ്രഷ്നർ പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ആ റെഫ്രഷ്നർ നമ്മളുടെ തന്നെ ഉണ്ട്. ആ അതിന് നമ്മൾ ന്യൂട്രിചാർജ് ഗുണം കാണിക്കാൻ വിട്ടുപോയി. അതാണ് ന്യൂട്രിചാർജ് ഗുണം കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ ആ ഇത് എന്താ വെച്ച് പറഞ്ഞാൽ ആ കാര്യങ്ങൾ റെഫ്രഷ്നർ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിന്റെ ക്ഷീണം മാറ്റാം. അല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലും ഗുളിയും അതൊന്നും കഴിച്ചിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൃത്രിമമായ ശുദ്ധീകരണം, അതായത് നമ്മൾക്ക് വരുന്നത് ശുദ്ധീകരണം ശരീരം തന്നെ തരുന്നതെന്ന് വെച്ചാൽ പനി, ചിക്കൻ ബോക്സ്, അങ്ങനെ പനി, ജലദോഷം അങ്ങനെയുള്ളതൊക്കെ വരുന്നത് ശരീരം നമ്മുടെ ശുദ്ധീകരിക്കുക എന്നാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ടോക്സിൻസിനെയൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അതിനെ അനുവദിക്കുക. പരിച്ചോട്ടെ, അത് പിന്നെ നാളെ എന്താ വെച്ചാൽ നമുക്ക് പിന്നെ വരാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ നമ്മൾ അതിന് വിട്ടുകൊടുക്കുക, ശരീരത്തിന് വിട്ടുകൊടുക്കുക. ശരീരം തനിയെ നോക്കിക്കൊള്ളു, നിങ്ങൾ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞാൻ വീർ വീരാംഗനയിൽ അംഗമാണ്. പിന്നെ എല്ലാ ബുധനാഴ്ചയും നമുക്ക് വീർ വീരാംഗന പ്രോഗ്രാം ഉണ്ട്. അതിൽ പറയുന്നത് ലോകത്തിൽ ലോകത്തിൽ പറയും, ഇന്ത്യയിൽ എന്ന് പറഞ്ഞാലും ലോകത്തിൽ പറയും, 15 കോടി സ്ത്രീകൾക്ക് അനീമിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളാണ് ഇത് ചെയ്തിരിക്കുന്നത്. 15 കോടി. അത് ഓരോരുത്തരും നമ്മുടെ വീട്ടില് പിന്നെ അമ്മ, പെങ്ങള്, മകള്, സഹോദരി തൊട്ട് നമ്മളെ പരിചയക്കാരിലെ എല്ലാവർക്കും അനീമിക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ആ അനീമിക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ ഓരോ സ്ത്രീകൾക്കും HB എന്ന് പറയുന്നത് 12 GL ഇതാണ്. 12/16 നമ്മളുടെ ഗ്രാം പെർ ഡെസിലിറ്റർ എന്ന് പറയും. അത് 12/16 വരുന്നത്. അത് കുറഞ്ഞ വലിയ പ്രശ്നമാണ്. അത് ന്യൂട്രിചാർജ് വുമൻ ഒരു പെൺകുട്ടിക്ക് പീരീഡ് തുടങ്ങുമ്പോൾ തന്നെ കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കൂ, ആ ശരീരത്തിൽ നിന്ന് ഒരു ബ്ലഡ് പോകുന്നത് നേരത്തെ പറഞ്ഞു 60 to 150 mg ബ്ലഡാണ്, മില്ലിഗ്രാം ബ്ലഡാണ് പോകുന്നത്. ഇതിൽ അയൺ നഷ്ടമാവുന്നുണ്ട്. അപ്പൊ ഇതിന് നമ്മൾക്ക് എന്ത് വേണം? അയൺ വേണം. അയൺ നമ്മൾ ന്യൂട്രിചാർജ് വുമനിലുണ്ട്. അതുപോലെ PVMFO നിർബന്ധമായിട്ടും, പ്രോട്ടീൻ, വിറ്റാമിൻ, മിനറൽസ്, ഫൈബർ എന്നുള്ള പിന്നെ ഒമേഗ അടക്കം PVMFO നിർബന്ധമായിട്ട് കഴിക്കണം. അപ്പോൾ അതിന് പ്രോട്ടീൻ കൂടി ആവശ്യമെന്ന് പറയാണ്. അപ്പോൾ കൂടാതെ അനീമിക്ക് വരാതെ നോക്കേണ്ടത് നമുക്ക് ഭയങ്കര ഇതാണ്, ആവശ്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ന്യൂട്രിചാർജ് നമ്മൾ പീരീഡുള്ള സമയത്ത് 60 ml പോകുമ്പോൾ അതിന് എല്ലാ മാസവും ഇത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അനീമിക് ആവുന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അതിനെ പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ആ അനീമിക് ആയുള്ള ദോഷങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ. പ്രീമീച്ചർ ഡെലിവറിയാണ്. അതായത് ഒരു പ്രഗ്നൻസി ആയൊരു കുട്ടി ഈ ന്യൂട്രിചാർജ്, അതായത് അനീമിക് ആയ ന്യൂട്രിചാർജ് വുമൻ കഴിക്കാതെ, അല്ലെങ്കിൽ വല്ലതും കഴിക്കുന്നല്ല പറയാതെ പോഷകങ്ങൾ കഴിക്കാതിരുന്ന ആ കുട്ടിക്ക് പ്രീമീച്ചർ ഡെലിവറി, മാസം തികയുന്നതിന് മുമ്പ് പ്രസവിക്കും. അത് ദോഷമാണെന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ അനീമിക്ക് കൂടുതൽ കുറഞ്ഞു പോയാൽ, ഈ പിന്നെ നമ്മൾ പറഞ്ഞ 12 പറഞ്ഞ 6 5 ആണെങ്കിൽ, അങ്ങനെ കൂടുതൽ കുറഞ്ഞു പോയുള്ള ദോഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ ഞാൻ പേടിപ്പിക്കാൻ പറയല്ല, കുട്ടികളുടെ ബൈ ബർത്തിൽ തന്നെ മരിക്കുന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പിന്നെ അനീമിക്ക് വരാതെ നമ്മൾ നോക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ കണക്കെടുത്തു, 36 നഗരങ്ങളിൽ കണക്കെടുത്തതിൽ നോക്കിയാൽ 10ൽ 6
പേരും അനീമിക്കാണ്. അത് പറഞ്ഞാൽ ഈ ഹീമോഗ്ലോബിൻ കുറവുള്ള ഇതാണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പേര് എത്ര ഇവിടെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് പറഞ്ഞാൽ ഈ പീരീഡ് സമയത്ത് പിന്നെ നമ്മൾ പോകുന്ന ആ ബ്ലഡ് പോകുന്നതിന് ഇത് ചെയ്യാൻ വേണ്ടി പരിഹരിക്കാൻ വേണ്ടി ന്യൂട്രിചാർജ് വുമൻ കഴിക്കണം. പിന്നെ പീരീഡ് സമയത്ത് നമ്മൾ വേറൊരു കാര്യം പറയുന്നത് എന്താണ്, പീരീഡ് സമയത്ത് നമ്മൾ ഒരിക്കലും പെയിൻ കില്ലേഴ്സ് കഴിക്കാൻ പാടില്ല. അതായത് വേദന സംഹാരികൾ കഴിക്കാൻ പാടില്ല എന്നാണ് സുരേഷ് സാറ് പറയുന്ന കേട്ടു. ക്യാൻസറിന് കൊടുക്കുന്ന ആ പെയിൻ കില്ലർ ആണത്രേ ചില കുട്ടികൾ, കോളേജ് കുട്ടികൾ, അവർക്ക് കോളേജിൽ പരീക്ഷ എഴുതാനായിരുന്നു പോകുമ്പോൾ ഇഞ്ചക്ഷൻ പോലുള്ള അല്ലെങ്കിൽ ഇത് ക്യാൻസറിന് കൊടുക്കുന്ന ആ സാധനമാണ് അത്ര കൊടുക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഇതിന്റെ വേറെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ച മുരടിക്കും. ശാരീരികം മാനസികമായിട്ടുള്ള ഇത്. പിന്നെ ശ്വാസമുട്ടൽ ഉണ്ടാവും, അതായത് ഡിഫിക്കൽറ്റി ബ്രീത്തിങ് ഉണ്ടാവും. അതുപോലെ തലകറക്കം വരും. കുട്ടികൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയും. നമ്മുടെ മക്കളോ അനിയത്തിമാരോ ഭാര്യമാരോ ഒക്കെ ഈ ഇതുണ്ടെങ്കിൽ, അനീമിക്കാണെങ്കിൽ തലകറക്കം വരും, അതുപോലെ തലവേദന വരും, മുടി കൊഴിച്ചൽ വരും, സ്കിന്ന് ഡ്രൈ ആവും. അതുപോലെ പിന്നെ ഭാവിയിൽ അത് ഗുരുതരമായ പ്രശ്നങ്ങൾ വരും. ഈ പ്രശ്നങ്ങൾക്ക് പിന്നെ പറയുന്നത് പിന്നെ ഈ അനീമിക്കായിട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒറ്റ കാര്യം ചെയ്യേണ്ടതുള്ളൂ, നമ്മളുടെ ഇത്രയും നല്ലൊരു ന്യൂട്രി ചാർജ് വുമൻ എന്ന ടാബ്ലറ്റ് ഇത് ചെയ്യുക. അപ്പോൾ ആർത്തവ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അതെല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ന്യൂട്രി ചാർജ് വുമൻ ആർക്ക് കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പീരീഡ് തുടങ്ങുമ്പോൾ കഴിക്കാൻ പറയുന്നു. പക്ഷെ അതില് ഈ ന്യൂട്രി ചാർജ് വുമൻ പീരീഡ് നിന്നവരും കഴിക്കണം. ചിലവർ പറഞ്ഞ് നിർത്തിയിട്ട് ഞാനിപ്പോൾ ന്യൂട്രിചാർജ് വുമനല്ല കഴിക്കണം, മെന്നാണ് കഴിക്കുന്നത് പറയും. പക്ഷേ ന്യൂട്രിചാർജ് വുമൻ പീരീഡ് നിന്നവർ നിർത്തി പറഞ്ഞാൽ അതിന് ദോഷം എന്താ വെച്ച് പറഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും നിർത്താൻ ആ ഉടനെ നിർത്താൻ പാടില്ല. കാരണം എന്താ വെച്ച് പറഞ്ഞാൽ നമ്മൾ പീരീഡ് നിന്നവർക്ക് ശരീരം ഹീറ്റ് ആവുന്നത്, പീരീഡ് നിന്നവർക്ക് അറിയാം ഹീറ്റ് ആവും ശരീരം, എന്താ പറയുക, ചൂടാവുന്ന പറയുന്നത്. അർത്ഥം വരാനുള്ളവർക്ക് ശരീരം വല്ലാതെ ചൂടാവും, പിന്നെ കുറച്ച് പിരിമുറുക്കം വരും, പിന്നെ കുറച്ച് തടി കൂടും. ഇതിനെല്ലാം പരിഹാരമാണ് നമ്മുടെ ന്യൂട്രി ചാർജ് വുമൻ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാതെ നമ്മൾ ന്യൂട്രി ചാർജ് വുമൻ ഒരു ശീലമാക്കണം. അത് രാവിലെ ഭക്ഷണത്തിന് ശേഷം ഒരു ഗുളിക എന്ന് വെച്ച് ഒരേ ടൈമിൽ കഴിക്കണം. എന്ന് രാവിലെ കഴിക്കുന്ന ആള് ഉച്ചയ്ക്ക് പിന്നെ വൈകുന്നേരം കഴിക്കാൻ പാടില്ല. ഒരേ സമയത്ത് ന്യൂട്രി ചാർജ് വുമൻ എന്നുള്ള ടാബ്ലറ്റ് നിർബന്ധമായിട്ടും രാവിലെ ഭക്ഷണത്തിന് ശേഷം ഒരു ഇത് കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ അച്ഛനായി അമ്മയായി അല്ലെങ്കിൽ ആണായി പെണ്ണായി, ഇനി നമ്മൾ കുട്ടികളിനെ ഒന്ന് നോക്കണം. കുട്ടികൾക്ക് ന്യൂട്രി ചാർജ് കിഡ്സ് എന്നുള്ള അത് കുട്ടികളിനെ ഒന്ന് നോക്കാം. കുട്ടികൾ ഇതാണ് ന്യൂട്രി ചാർജ് കിഡ്സ്. ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അതാണ് ഞാൻ ഇവിടെ ഇതായിട്ടിരിക്കുന്നത്. അപ്പൊ ന്യൂട്രി ചാർജ് കിഡ്സും ഉപയോഗിക്കുന്നുണ്ട്, കുറെ പ്രോട്ടീൻ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ കുറെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പിന്നെ ന്യൂട്രി ചാർജ് കിഡ്സിൽ നേരത്തേക്ക് 49 ഇൻഗ്രീഡിയൻസ് പറയും, ഇപ്പൊ അതില് 48 ആക്കിയിട്ടുണ്ട്. അതിൽ എന്താണ്, കുട്ടികൾക്ക് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു സപ്ലിമെന്റ് ആണ് നമ്മൾ ന്യൂട്രി ചാർജിലൂടെ കൊണ്ടുവന്നത്. അത് 3 തരം പ്രോട്ടീൻ ആണ് അതിലുള്ളത്. അതുപോലെ 14 ധാതുക്കള്, അതുപോലെ 10 ബോട്ടാനിക്കൽ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള പിന്നെ 10 പ്രധാന ഔഷധങ്ങൾ ഇതുണ്ട്. എന്താ പറഞ്ഞാൽ കീഴാർനെല്ലിയുണ്ട്, അതുപോലെ മുന്തിരിയുണ്ട്, ഇരട്ടിമധുരമുണ്ട്, ചിറ്റമൃതുണ്ട്, അയമോദകമുണ്ട്, അതുപോലെ ഇഞ്ചിയുണ്ട്, തുളസിയുണ്ട്, കുരുമുളകുണ്ട്, പനിക്കൂർക്കയുണ്ട്, അങ്ങനെ കരുവേപ്പേറ്റയുണ്ട്. ഇതെല്ലാം എന്തിനാണെന്ന് വെച്ച് പറഞ്ഞാൽ ഈ കുട്ടികൾ ഹൈറ്റ് വെക്കും, ഇമ്മ്യൂണിറ്റി പവർ കൂടും, അസുഖങ്ങളെ വരില്ല. മീൻസ് കുട്ടികൾ വന്ന് നമ്മൾ അതിൻ്റെ ഇടയിൽ ജങ്ക് ഫുഡ് കൊടുക്കാൻ പാടില്ല കുട്ടികൾക്ക്. കുട്ടികൾ കളിക്കാൻ വിടണം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പൊ നമ്മൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ എന്താ വെച്ച് പറഞ്ഞാൽ നമ്മൾ കീഴാർനെല്ലിയാണ് ആദ്യത്തെ അതിന്റെ ഇൻഗ്രീഡിയൻസ്. കീഴാർനെല്ലി പറഞ്ഞാൽ നമ്മുടെ കരളിന് നിവാരണ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കും. അതുപോലെ നമ്മളുടെ പിന്നെ മുന്തിരി എന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശക്തിക്ക് ഉപയോഗിക്കും. അതുപോലെ ഇരട്ടി മധുരം പറഞ്ഞാൽ ചുമ, ജലദോഷം, തൊണ്ടവേദന കാര്യത്തിൽ ഉപയോഗിക്കും. അതുപോലെ ചിറ്റമൃത് എന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തി പറഞ്ഞാൽ നമുക്ക് IQ വളരാൻ സഹായിക്കും. അയമോദകം പറഞ്ഞാൽ അത് ഉപയോഗിക്കേണ്ടത് ദഹനം, പ്രതിരോധ ശക്തിക്ക് ഉപയോഗിക്കും. അതുപോലെ ഇഞ്ചി എല്ലാവർക്കും അറിയാം, ജലദോഷം, പനി, ദഹനപ്രക്രിയക്ക് ഉപയോഗിക്കും. തുളസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തുളസി ശ്വസന പ്രക്രിയക്ക് നല്ലതാണ്. അതുപോലെ പിന്നെ ഇതൊക്കെ ശ്വാസകോശ സംബന്ധമായ എല്ലാത്തിനും നല്ലതാണ്. അതുപോലെ കുരുമുളക് എന്ന് പറയുന്നത് മൂക്കടപ്പ്, ജലദോഷം തുടങ്ങിയുള്ള കാര്യങ്ങൾ നല്ലതാണ്. അതുപോലെ പനിക്കൂർക്ക, ചുമ, കഫക്കെട്ടിന് നല്ലതാണ്.
അതുപോലെ കരുവേപ്പേട്ട രക്ത ശുദ്ധീകരണത്തിന് നല്ലതാണ്. അപ്പൊ കുട്ടികൾക്ക് രാവിലെയും വൈകിട്ടും അതിലൊരു സ്കൂപ്പ് ഉണ്ട്. അതിൽ ഇട്ട് നമ്മൾ നിർബന്ധമായിട്ടും കുട്ടികൾക്ക് കൊടുക്കണം. കുട്ടികൾ പിന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഭക്ഷണത്തിലോട് മിക്സ് ചെയ്തും കൊടുക്കാം. പിന്നെ കുട്ടികൾക്ക് കുറച്ച് വികൃതിയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ അല്ലെങ്കിൽ ഇതായിട്ട് നമ്മുടെ DHA ട്വിസ്റ്റ് പറഞ്ഞൊരു സാധനമുണ്ട്. അത് കൊടുത്താൽ ചില കുട്ടികൾ ഇങ്ങനെ സ്കൂളിൽ ഓടി അവിടെ പോയി ഇവിടെ പോയി അവിടെ വീണ് ഇവിടെ വീണത്തെ തലപൊട്ടി അല്ലെങ്കിൽ കാലിതാക്കി വരുന്നുണ്ട്. അതിനെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ DHA ട്വിസ്റ്റ് കൊടുത്താൽ ആ കുട്ടികൾ ഹോർമോൺ ബാലൻസ് പോവുകയാണ്. അതുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ഓടി ഓടി അവിടെ പോയി വീഴ്ചയിലും അതൊന്നും ചെയ്യുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് DHA ട്വിസ്റ്റ് കൊടുത്താൽ ഏകദേശം കുട്ടികൾ കാമാവുന്ന പറയുന്നത്. ബ്രെയിൻ അതായത് omega-3 ഒരു ഇതും ഉണ്ട്. DHA 200 അതിൽ DHA ട്വിസ്റ്റ് ആണ്. അത് കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾ നല്ല ശാന്തതയായിട്ട് വരും. അല്ല ശാന്തത പറഞ്ഞ കുട്ടികൾ അങ്ങനെ കളിക്കാതിരിക്കുകയല്ല, അതായത് മനസ്സിലാവും അവർക്ക് എന്താ കാര്യം എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് ന്യൂട്രിചാർജ് പിന്നെ കിഡ്സ് നിർബന്ധമായിട്ടും കൊടുക്കണം. അപ്പൊ അതിൽ നമ്മൾ അതിന്റെ അടിയിൽ കുറച്ച് നമുക്ക് കുറച്ച് എന്താ പറയുക സമയമായതുകൊണ്ട് വേറെ കാര്യം ചെയ്യാം. നമുക്ക് കുറച്ച് ഓഫേഴ്സ് ഉണ്ട്. നമുക്ക് ഞാൻ ഓഫേഴ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഓഫേഴ്സ് ഒന്ന് പറയാം. അപ്പോൾ ആ ഓഫേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ന്യൂട്രിചാർജിന്റെ ഓഫേഴ്സ് തന്നെ ഉണ്ട്. ന്യൂട്രിചാർജിന്റെ ഓഫേഴ്സ് എന്ന് പറയുന്നത് 20 സിറ്റികളിൽ ന്യൂട്രിചാർജ് കമ്പനി തന്നെ പ്രോഗ്രാമുകൾ വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ പങ്കെടുക്കാനുള്ള എലിജിബിലിറ്റി, പങ്കെടുക്കാനുള്ള നമ്മൾക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ 15 ന്യൂട്രിചാർജ് വുമൻ വാങ്ങിക്കുക. 15 ന്യൂട്രിചാർജ് വുമൻ സെൽഫ് ഐഡിയിൽ വാങ്ങിക്കുക. അല്ലെങ്കിൽ 5000 PV 5000 പർച്ചേസ് വോളിയം നമ്മുടെ ഇതില് സ്വന്തം ഐഡിയിൽ വാങ്ങിച്ചാൽ നമുക്ക് പിന്നെ ഇതിൽ പങ്കെടുക്കാണ്ട്. എവിടെ സിറ്റി എന്നുള്ളത് പറഞ്ഞിട്ടില്ല. പാലക്കാട് ഉണ്ടാകുന്നുള്ള സാധ്യത 199% ഉണ്ട്. എന്തായാലും 20 സിറ്റികളിലാണ്. അതെന്തായാലും കേരളത്തിലെ പല ഭാഗത്തും ഉണ്ട്. അപ്പോൾ പാലക്കാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 5000 PV ഇപ്പൊ ന്യൂട്രിചാർജ് മുമ്പ് 15 വാങ്ങിക്കും. അയ്യോ 15 ന്യൂട്രിചാർജ് വാങ്ങിച്ച് ആർക്ക് കൊടുക്കും? എന്താണ് കൊടുക്കാനൊക്കെ ഈസിയാണ്. പക്ഷെ ആ ഒരു വിഷമം ഉണ്ടെങ്കിൽ 5000 PV നമ്മുടെ ഡയമണ്ട് ക്ലബോ എന്തെങ്കിലും ചെയ്യുന്ന ആ ഒരു ന്യൂട്രിചാർജ് കൊണ്ട് മാത്രം പല വെറൈറ്റി ഉണ്ട്. 23 ന്യൂട്രിചാർജ് വിഭവങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും വാങ്ങിച്ചാൽ 5000 PV ചെയ്താൽ നമ്മൾക്ക് അവിടെ ഒരാൾക്ക് എൻട്രി ഉണ്ട്. പിന്നെ ഈ അനീമിക്കൻ്റെ ഇതിൽ ഒട്ടിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള ബാഡ്ജ്, അനീമിക്ക ബാഡ്ജ് കിട്ടും. പിന്നെ ഒരു സർട്ടിഫിക്കറ്റും കിട്ടും. ഇതാണ് 15 ന്യൂട്രിചാർജ് വുമൻ അല്ലെങ്കിൽ 5000 PV ചെയ്താൽ കിട്ടുന്ന ഗുണം. ഇനി 30 ന്യൂട്രിചാർജ് വുമൻ ആണ് നമ്മൾ കഴിക്കുന്ന സെൽഫ് ഐഡിയിൽ വാങ്ങിക്കുകയോ 15,000 PV വരികയും ചെയ്യാം. 15,000 PV അത് ഏതെങ്കിലും ന്യൂട്രിചാർജ് കൊണ്ട് മാത്രമാണ്, വേറെ അല്ല. ന്യൂട്രിചാർജ് കൊണ്ട് മാത്രം 15,000 PV കൂടെ വന്നാൽ 2 പേർക്ക്, ഭാര്യയ്ക്കും ഭർത്താവിനും, നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാം. അപ്പൊ അതിൽ ഈ ബാഡ്ജ്, ഈ പറഞ്ഞ അനീമിക് ബാഡ്ജ്, പിന്നെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്, നമ്മളുടെ ന്യൂട്രിചാർജ് വുമൻ ബുക്ക്ലെറ്റ് ഉണ്ട്. പിന്നെ ഒരു ടീഷർട്ട് കിട്ടും. ഒടിയില്ല ടീഷർട്ട് നമ്മൾ കിട്ടുന്ന അങ്ങനെ തിരിച്ചിരിക്കുക. ടീഷർട്ടും കൂടി കിട്ടും. അത് ഡബിൾ എൻട്രി ചെയ്ത് നമ്മൾക്കും ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ആരാണ് നമ്മൾ ഒരാളെയും കൂടി കൊണ്ടുപോകും. അത് 60 ന്യൂട്രിചാർജ് വുമൻ ആയാലോ എന്താ 25,000 PV 2 എൻട്രി ആണ്. അനീമിക് ഇതാണ് ഒരു ബേസ് കോട്ട കിട്ടുക. അപ്പോൾ നമ്മുടെ അമിൽ സാർ കിട്ട പോലെയുള്ള ഒരു കോട്ടാണ് ഇതിന് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതായത് 25,000 PV 60 ന്യൂട്രിചാർജ് വുമൻ ഓർ 25,000 PV ചെയ്ത 2 പേർക്ക് എൻട്രി. അതിലൊരു കോട്ടും കിട്ടും, ബാഡ്ജും കിട്ടും, ബുക്ക്ലെറ്റ് കിട്ടും, അങ്ങനെ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടും. അത് 100 ന്യൂട്രിചാർജ് വുമൻ ആണ് ചെയ്യുന്നതെങ്കിൽ 50,000 PV. ഇത് ന്യൂട്രിചാർജ് വുമൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ ചെയ്താൽ അതിന് 2 പേർക്ക് എൻട്രിയാണ്. ഈ അനീമിക് ബാഡ്ജ് കിട്ടും, ഒരു ബേസ് കോഡ് കിട്ടും. നമുക്ക് ഇതായിട്ടുള്ള ഇപ്പോൾ നമ്മളെ ഇവരൊക്കെ ജേബിസാറും ഇവരൊക്കെ ഇടുന്ന അത് ഇതിൻ്റെ ഉണ്ട്. അതിന്റെ നമ്മുടെ ന്യൂട്രിചാർജ് കമ്പനി തരുന്നുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ ഇതുപോലത്തെ ഹാഫ് അല്ല, അത് മോദിക്കോട്ട് അല്ല, വേറെ നമുക്ക് കിട്ടുക. അപ്പൊ അതിന് നമ്മൾ എന്തായാലും അത് ചെയ്യണം. അപ്പം എന്താ പറഞ്ഞത്, 15 ന്യൂട്രിചാർജ് വുമൻ ഓർ 5000 PV, 30 ന്യൂട്രിചാർജ് വുമൻ ഓർ 15,000 PV, 60 ന്യൂട്രിചാർജ് വുമൻ ഓർ 25,000 PV, 100 ന്യൂട്രിചാർജ് വുമൻ ഓർ 50,000 PV. ഞാനിതിൽ പിന്നെ 15,000 25,000 PVക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇപ്പൊ 22,000 ഉണ്ട്. ഇനിയിപ്പോ എന്തായാലും കുറച്ച് ദിവസം കൂടി 25,000 PV ഞാൻ ആക്കും. അതായത് എന്താ വെച്ചാൽ അവിടെ ആക്കും. അപ്പൊ അതിനകത്ത് എല്ലാവരും ശ്രമിക്കണം, എന്നാലല്ലേ നടക്കാൻ. നമുക്ക് ഒരാൾ മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ന്യൂട്രിചാർജ് റിഫ്രഷ്നർ പറഞ്ഞൊരു ഇതുണ്ട്. നമ്മളുടെ എനർജി കൂട്ടാനും കാര്യങ്ങൾക്കുള്ള ആ എനർജി കൂട്ടാൻ്റെ ഒരു കാര്യമുണ്ട്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് പറഞ്ഞാൽ 120, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞത് മെയ് ജൂൺ കൂടി ആയിട്ടുള്ളൂ. ഈ മാസം മാത്രമേ ഉള്ളൂ ന്യൂട്രിചാർജിന്റെ ഇത് ഈ മാസം മാത്രമേ ഉള്ളൂ.
മെയ് ജൂൺ 30 കഴിഞ്ഞ അയ്യോ സാറേ ഞാനേ പറഞ്ഞത് ഡേറ്റ് നോക്കിയില്ല, 30 കഴിഞ്ഞു, ജൂലൈ ആയി, ഓ നോ രക്ഷ. നിങ്ങൾ എന്തായാലും ന്യൂട്രിചാർജ് വുമൻ അല്ല മറ്റേ എന്തെങ്കിലും വാങ്ങിക്കുക, അല്ലെങ്കിൽ 5000 PO 10000 15,000 PO 25,000 PO 50,000 PO ചെയ്യുന്നത് ഈ തിങ്കളാഴ്ച തോന്നും, 30-ാം തീയതിക്കുള്ളിൽ ചെയ്ത് തീർക്കണം. ഇത് നമ്മൾ എന്തെങ്കിലും ചെയ്ത് ആർക്കെങ്കിലും വിൽക്കുകയെങ്കിലും ചെയ്യാം. നിങ്ങൾ വരും, നമുക്ക് ഒരുമിച്ച് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാമല്ലോ. നമ്മൾ അടിപൊളിയായിട്ട് നിന്നിട്ട് അവിടെ നേരെ ചാർജ് നമ്മൾ ചാടി അവിടെ പോയിട്ട് പിന്നെ ഡാൻസ് ഒക്കെ കളിച്ച് നിന്നൂടെ. അതിന് നിങ്ങൾ വരണമെങ്കിൽ എനിക്കിപ്പോ പിന്നെ കുറെ അമൽ സാർ ഉണ്ടാവും, ജെയ്ബ് സാർ ഉണ്ടാവും, അങ്ങനെ കുറെ പേരുണ്ടാവും. എങ്കിലും നമുക്ക് അവിടെ ആഘോഷിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഓഫർ നമ്മൾ സ്വീകരിക്കണം. എന്ത് ഓഫർ പറഞ്ഞാലും അതങ്ങോട്ട് എടുക്കുക, ഹൃദയത്തിൽ എടുക്കുക. നമ്മൾ സുഭാഷ് സാർ പറയുമ്പോൾ അതങ്ങോട്ട് ഹൃദയത്തിൽ അങ്ങോട്ട് എടുക്കുക, നമ്മൾ അങ്ങോട്ട് ഇതാവുന്ന പറയുക. അപ്പൊ നമ്മളത് സ്വീകരിക്കണം. അപ്പൊ റഫ്രഷ്നർ 120 എണ്ണം റഫ്രഷ്നർ നമ്മൾ, അതും മെയ് ജൂൺ ആണല്ലോ കേട്ടോ, ഈ 30-ാം തീയതി കഴിയണം, മെയ് ജൂൺ ആണല്ലോ. അത് 120 റഫ്രഷ്നർ നമ്മൾ സ്വന്തം സെൽഫ് ഐഡിയിൽ ചെയ്തു പറഞ്ഞാൽ ഒരു റെയിൻകോട്ട് കിട്ടും. ഇപ്പൊ മഴയൊക്കെ വരുന്നത്, അതുകൊണ്ട് റെയിൻകോട്ട് എന്തായാലും നിങ്ങളൊന്ന് ശ്രമിച്ചോളൂ. ഒരു റെയിൻകോട്ട്, അടിപൊളി റെയിൻകോട്ട് ഇട്ടിട്ട് അതിൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ ന്യൂട്രിചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിൽ എഴുതിയിട്ട് ആൾക്കാർ ചോദിക്കുക, ഹലോ ഇതെന്താ ന്യൂട്രിച്ച എന്താ എഴുതിയിരിക്കുക. അപ്പൊ പറഞ്ഞു കൊടുത്താൽ നമുക്കൊരു ജോയിനിങ് നടത്താവും, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആവും. നിങ്ങൾ ബാക്കിൽ ഇങ്ങനെ ന്യൂട്രിചാർജ് പ്രൊഫഷണൽ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ ആൾക്കാർ ചോദിക്കുമ്പോൾ പറയാലോ. അപ്പോൾ ഏതെങ്കിലും പോയിന്റിൽ നിൽക്കുമ്പോൾ കോട്ടത്ത് നിൽക്കുമ്പോൾ ഇത് ന്യൂട്രിചാർജിന്റെ എന്ത് സാർ, ഇത് എന്താ പരിപാടി, എന്താ ഇത് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാറില്ല. ഫ്രീ കിട്ടിയതാണ്, കമ്പനി ഫ്രീ തന്നാണ് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത ഒരു ഇതാണ് ഗാമ ഒറൈസിനോൾ പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഈ ഗാമ ഒറൈസിനോൾ പ്രൊഡക്റ്റ് ഏകദേശം 14ഓളം അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്ത് നമ്മുടെ കൗടെണ്ണയിൽ നിന്ന് എടുത്ത് അതിന്റെ എക്സ്ട്രാക്ട് കൊണ്ട് ഉണ്ടാക്കിയ ചെറിയ ഗുളികകളാണ് ഗാമ ഒറൈസിനോൾ. അപ്പൊ ഗാമ ഒറൈസിനോൾ നമ്മൾ നിർബന്ധമായിട്ടും കഴിക്കണം. അത് ഒബീസിറ്റി, വയറ് ഇതാക്കും. പിന്നെ ക്യാൻസറിന് അടക്കം, നമ്മൾ ദിനേശ് ബാബു സാർ ഇവിടെ ഉണ്ട്, ഇവിടെ നമ്മുടെ കോയമ്പത്തൂർ ഡോക്ടറാണ്. അങ്ങേര് ക്യാൻസർ ആയ രോഗികൾക്ക്, ക്യാൻസർ മറ്റ് ഡോക്ടർമാർ കൈവിട്ട കേസ് ഇത് 2, 4, 6 ഈ 2 വെച്ചിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം കഴിച്ച് മറ്റു മരുന്നും കൂടെ കഴിക്കുന്നുണ്ട്. പിന്നെ അലോപ്പതി കഴിക്കുന്നുണ്ട്. കഴിച്ചിട്ട് മാറിയ ചരിത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങേര് ഞാൻ പിന്നെ നമ്മളടുത്ത് പറഞ്ഞതാണ്, ഞങ്ങള് ബോംബെയിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ അത് പിന്നെ 37ഓളം അസുഖമുണ്ട്. അത് സന്ധിവേദന, അതുപോലെ ഒബീസിറ്റി, വയറ് ഇതൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ കുറേ കാര്യങ്ങൾ, ഷുഗർ അടക്കം നോർമലാകാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഈ ഗാമ ഒറൈസിനോൾ നമ്മൾക്ക് ഉപകാരം ചെയ്യും. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് പറഞ്ഞാൽ ഈ ഗാമ ഒറൈസിനോളിന്റെ ഒരു ഇവിടെ പഞ്ചാബില് കമ്പനി കാണാൻ വേണ്ടി അത് നമ്മുടെ ഈ ഗാമ ഒറൈസിനോൾ കമ്പനി തന്നെ, അവരുടെ MD തന്നെ നമ്മളെ ക്ഷണിച്ചിരിക്കുകയാണ്. അതിന് നിങ്ങൾ വെറുതെ വരണ്ട, ഒരു തരാം. ഞങ്ങൾ നിങ്ങളുടെ അവിടെ എന്താണ് പ്രീമിയം 4-സ്റ്റാർ ഹോട്ടലിൽ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യുന്നുണ്ട്. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ലഞ്ച് ഉണ്ട്, അവിടെ ഒരു ആടിപ്പാടി കളിക്കാനുള്ള എന്റർടൈൻമെന്റ് ഉണ്ട്. ഇതൊക്കെ ഫെബ്രുവരി 2026-ലോ ഏപ്രിൽ 2026-ലോ ഏത് മാസം തീരുമാനിച്ചില്ല, അവിടെയാണ് നമുക്ക് ഇത്, ആ മാസങ്ങളിലാണ് നമുക്ക് തരാം. അതിന് എന്താണ് ക്രൈറ്റീരിയ എന്ന് വെച്ച് പറഞ്ഞാൽ 100 പീസ്, 100 എണ്ണം പിന്നെ ഗാമ ഒറൈസിനോൾ സെൽഫ് ഐഡിയിൽ ചെയ്യണം. അത് ഇത് അല്ലിട്ടുള്ളൂ, എത്രയും അറിയുള്ളൂ. നമ്മൾ സെപ്റ്റംബർ വരെ സമയമുണ്ട്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 4 മാസമുണ്ട്. ഈസി ആയിട്ട് ചെയ്യാം, എല്ലാവർക്കും. മനുഷ്യനായി പിറന്ന എല്ലാവർക്കും ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് തന്നെ ഒരു മാസം 4 എണ്ണമൊക്കെ, ഞാനൊക്കെ 4 എണ്ണമാണ്, 4 ഗാമ ഒറൈസിനോളാണ് ഉപയോഗിക്കുന്നത്. കാരണം 2 അങ്ങനെ കഴിക്കും, വൈഫും കഴിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് 4 എണ്ണമാണ് വേണ്ടത്. അപ്പൊ ഒരു വീട്ടില് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇത് ഉപയോഗിച്ചാൽ അത് 100 ഇഷ്ടം പോലെ 4 മാസം സമയമാണ്. അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കുക, ആർക്കെങ്കിലും കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഇതിന് നമുക്ക് വേണമെങ്കിൽ MRP-DP ഡിഫറൻസിൽ പൈസ ഉണ്ടാക്കാം. അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾക്കിതിൽ അസുഖം വരാതെ നോക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇത് 100 എണ്ണം ചെയ്താൽ നമ്മൾ സിംഗിൾ എൻട്രി ആണ്. അവിടെ പോയിട്ട് നല്ല ഹോട്ടലിൽ അടിച്ച് പൊളിച്ച് നമുക്ക് ചെയ്യാം. 20,000, 25,000 ഒരു ദിവസം ഉള്ള ഹോട്ടലിലാണ് അവർ ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നത്. അത് അയ്യോ നമ്മൾ മാത്രം പോയാൽ പോരല്ലോ, നമുക്ക് പിന്നെ വൈഫിനും കൂട്ടണമല്ലോ. അപ്പൊ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ അതിനൊരു പ്രയാസമില്ല. 100 രൂപ 150 ആക്കി നിങ്ങള്, നമ്മൾ തനിയെ പോകണ്ടല്ലോ, വൈഫിനെയോ അമ്മയോ പെങ്ങളെ ആരെയും മണി കൂട്ടിട്ടോ. അതിനെന്ത് ചെയ്യാം, 100 എണ്ണം ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ ഒരു 50 കൂടി കൂട്ടി 150 ആക്കി ഭാര്യനെ ആരെയും കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളൂ. ഭാര്യ, പെങ്ങള്, അങ്ങനെ ഉള്ള അമ്മ ആരും വേണമെങ്കിൽ കൊണ്ടുപോകാം. അവിടെ പോയിട്ട് അതും നല്ലൊരു സ്റ്റാർ ഹോട്ടൽ, 4-സ്റ്റാർ ഹോട്ടലിന്റെ അവിടെ
അപ്പോൾ പിന്നെ അവിടെയൊക്കെ ചാർജ് ഏകദേശം പറയുന്നത് കേട്ടത് 25,000 30,000 പെർ ഡേ ഉള്ള ഹോട്ടലിലാണ് നമ്മൾക്ക് ഫ്രീ ആയിട്ടാണ് തരുന്നത്. അവിടെ പോയി അടിച്ച് പൊളിച്ച് അങ്ങനെ ഇത് ചെയ്യാന്നുള്ളതാണ് നമുക്ക് അതിൽ പറയേണ്ടത്. അത് നടക്കുന്നത് 2026 ഫെബ്രുവരിയിലാണോ 2026 ഏപ്രിലാണ്, 2 മാസമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ ഇതനുസരിച്ച് നമുക്കത് തരാം. അപ്പോൾ അതുകൊണ്ട് 150 കപ്പിളായിട്ട് പോവാം. അയ്യോ എനിക്ക് എൻ്റെ മക്കളുണ്ട്, ഒരു മകനോ ഉണ്ട് പറയാം. അപ്പൊ മകളുണ്ടെങ്കിൽ അതിനൊരു 20 കൂടെ 150 170 ആക്കിയാൽ ഒരു കുട്ടിയെ കൊണ്ടുപോകാൻ നമുക്ക് കൂടെ. ഒരു കുട്ടിയെ നമുക്ക് ഈ പഞ്ചായത്ത് എന്നാണ് അവിടെ ഒരു കുട്ടിയെ കൊണ്ടുപോകാം. അയ്യോ ഒരു കുട്ടിയല്ല, എനിക്ക് 2 കുട്ടികളുണ്ട്, 2 പേരെ കൊണ്ടുപോകണല്ലോ, എന്താ ചെയ്യാ എന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. ഒരു 20 കൂടി കൂട്ടുക. അപ്പൊ 190 അങ്ങനെ ആക്കി നോക്കൂ. അതായത് 150 കപ്പിൾ മാത്രം, 170 ഒരു കുട്ടി, 190 അതായത് 20 കൂടി കൂട്ടിയപ്പോൾ കപ്പിൾ എൻട്രി എന്നുള്ളതാണ് ഇത്. ആ കപ്പിൾ എൻട്രിക്ക് ഈ പറയുന്ന എല്ലാ ഫെസിലിറ്റി എല്ലാവർക്കും ഉണ്ട്. ഒരു നൈറ്റ് സ്റ്റേ ആണ് വിത്ത് 4 സ്റ്റാർ ഹോട്ടലിലെ ഒരു ഇതാണ്. അത് ബ്രേക്ക്ഫാസ്റ്റ്, നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, അതുപോലെ അവിടെ ആടിപ്പാടി നടക്കാനുള്ള സ്റ്റേജ് കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ വിട്ടുകളയാൻ പാടില്ല. നമ്മളത് 100% ഉപയോഗിക്കണം എന്നുള്ളതാണ് അത് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ നമ്മളുള്ള ഒരു ഇതാണ് ഇത് പറയുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ വേറെ ഒന്നും പറയാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ സ്റ്റാർ ആൻഡ് എബോവ് ലീഡേഴ്സിന് തിരുവല്ലാമലയിൽ നല്ലൊരു മീറ്റിംഗ്, അതായത് ഒരു ട്രെയിനിങ് വെച്ചിട്ടുണ്ട് നമ്മുടെ അമൽ സാറ്. അപ്പൊ എല്ലാവരും സ്റ്റാർ ആൻഡ് അബോവ് ആവാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ അവിടെ ഇതേപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ പോലെയുള്ള എന്റർടൈൻമെന്റ് ഉണ്ട്, അവിടെ എല്ലാ ഇതും ഉണ്ട്. ചെറിയൊരു ഇത് നമ്മൾ കൊടുക്കണം മാത്രം. അത് കിട്ടി പറഞ്ഞാൽ അടിപൊളിയായിട്ട് അവിടെ ഇതായിട്ട് നമുക്ക് പെട്ടെന്ന് ടീമിന് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും സ്റ്റാർ ആയി കഴിഞ്ഞാൽ സ്റ്റാർ ആൻഡ് അബോവ് വെച്ചിരിക്കുന്നത്, അതാണ് ക്രൈറ്റീരിയ. അപ്പോൾ എല്ലാവരും സ്റ്റാർ ആകാൻ വലിയ പ്രയാസമൊന്നും ഇല്ല. നമുക്ക് 3.5 ലക്ഷം ടോട്ടൽ വരുന്നത്. നിങ്ങൾ നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ, കുറെ പേര് ഞങ്ങൾ ഇത് ചെയ്യാം. നമ്മുടെ പരിചയക്കാരും ഇപ്പൊ നമ്മുടെ ഗോപമാസര് ഒന്നരാടം ജോയിൻ ചെയ്യിപ്പിച്ചവർക്കുണ്ട്. ആ ആ ആ രീതിയിൽ ജോയിൻ ചെയ്യിപ്പിച്ച് അവർക്കൊക്കെ നല്ലൊരു പർച്ചേസ് വോളിയം വന്നു പറഞ്ഞാൽ പെട്ടെന്ന് സ്റ്റാർ ആകും. ആ സ്റ്റാർ ഇതായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോകാം. ഇതിപ്പോ 3-ാം തീയതിയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ജെപി സാറ് അന്ന് ലീവ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ പടനായകൻ ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. അതുകൊണ്ട് പടനായകനെയും കൂടി ചേർത്തിട്ടാണ്. അതുകൊണ്ട് 3-ാം തീയതിയാണ് തിരുവല്ലാമലയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ഈ മാസം സ്റ്റാർ പിന്നച്ച് ഇത് അടുത്ത മാസം വയ്ക്കുന്നുണ്ട്, എല്ലാ മാസവും വയ്ക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെയും കൂടെ ഉൾപ്പെടുത്തുക. അപ്പൊ നിങ്ങൾ അതിൽ നിർബന്ധമായിട്ടും നമ്മളത് ഇത് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഇതല്ല. അപ്പൊ സ്റ്റാർ ആൻഡ് അബോവ് ഉള്ളത് ഇത് പറയുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് പിന്നെ അതിൽ ഇത് ചെയ്യണം എന്നുള്ളതാണ്. പങ്കെടുക്കാൻ സ്റ്റാർ ആവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ മഴക്കാല രോഗത്ത് മഴക്കാല സമയത്ത് നമുക്ക് പിന്നെ പനി ചുമ ഇതൊക്കെ പറഞ്ഞല്ലോ. അത് പിന്നെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ന്യൂട്രിചാർജ് S5 സൂപ്പർ 5 പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ന്യൂട്രിചാർജ് S5 ഞാനൊക്കെ ഉപയോഗിക്കുന്നതായിട്ട്. ഇത് അസുഖമായിട്ടൊന്നുമല്ല. ഞാൻ ഡെയിലി ഉച്ചയ്ക്ക് ഓരോന്ന് ഉപയോഗിക്കും. ഇപ്പോൾ ചില ഇത് രാവിലെയും കഴിക്കാത്തുള്ളൂ. രാവിലെ ഭക്ഷണത്തിന് ശേഷം കഴിക്കണമെന്ന് മാത്രം, അല്ലെങ്കിൽ ദോഷം ചെയ്യും. കാരണം ഭയങ്കര ഹീറ്റാണ്. കരിജീരകം 200 mg ആണ്. അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ടും നമ്മൾ ഡെയിലി കഴിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അതിൽ കരിജീരകമുണ്ട്, അതുപോലെ പിന്നെ അരിവേപ്പുണ്ട്, തുളസിയുണ്ട്. തുളസി 3 തരം തുളസിയാണ് ഉള്ളത്. അപ്പൊ 4 തരം, അതായത് കാട്ടുതുളസി, രാമതുളസി, ശ്യാമതുളസി, അങ്ങനെയുള്ള തുളസി ഇതുണ്ട്. പിന്നെ പുതിനയുണ്ട്, കറ്റാർവാണിയുണ്ട്. ഇതിന്റെയൊക്കെ ഒരു മിശ്രിത ഒരു ഇതായിട്ടുള്ള ഒരു ഇതാണ്. ആ ടാബ്ലറ്റ് കൊണ്ട് വേറെ പല ഗുണങ്ങളുണ്ട്. ഈ പനിയാണെങ്കിലോ ചുമയാണെങ്കിലോ മാത്രമല്ല, നിങ്ങൾക്ക് വല്ല മുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഴിനാവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പൊട്ടിച്ച് തീയ, അല്ലെങ്കിൽ വല്ല മുറിയോ ഉണ്ടെങ്കിൽ വെച്ച് ഉമ്മെങ്കിൽ ഇതും തവിടെണ്ണയും കൂടി ചാരിച്ചിട്ട് തേച്ചാൽ അടിപൊളിയായിട്ട് അത് മാറും എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ നമുക്ക് ഒമേഗ ഉണ്ട്. ഒമേഗ എന്ന് പറഞ്ഞാൽ വെജ് ഒമേഗ. ഒമേഗ 1% കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല പല അസുഖങ്ങളും വരും. അത് നീർക്കെട്ട് വരുന്ന പറയുന്നത്. നീർക്കെട്ട് ആദ്യം വന്നാൽ രോഗം 100% ഉറപ്പാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒമേഗ നമ്മൾ 100% ഉപയോഗിക്കണം. അതായത് 1% കുറഞ്ഞാൽ തന്നെ അതിന്റെ ദോഷം നമ്മൾക്ക് പ്രകടിപ്പിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഒമേഗ നമ്മൾ എങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ആഹാരത്തിന് ശേഷം അരമണിക്കൂർ. അപ്പൊ നമ്മൾ നേരത്തെ ഗാമാറൈസിനുണ്ട് ഒരു കണ്ടിന്യൂറ്റി വരാത്തതുകൊണ്ട് സോറി. ഗാമാറൈസിനുള്ള വിത്ത് ഫുഡാണ്, ജസ്റ്റ് ബിഫോർ ഫുഡ് എന്നാ പറയാനുള്ളത്. 2 ഗുളിക 1 ഗുളിക രാവിലെ കഴിക്കുന്നത്. ഇപ്പൊ അസുഖമുള്ളവർക്ക് 2 ഗുളിക കഴിക്കാം ഗാമാറൈസിനോട്, രാവിലെ വൈകിട്ടും 2 കഴിക്കാം. എന്തെങ്കിലും അസുഖം ഉള്ളവർക്ക്. നോർമൽ ആൾക്കാർക്ക് ഞാൻ രാവിലെ 2 കഴിക്കുന്നത്.
അപ്പൊ രാവിലെ ജസ്റ്റ് ബിഫോർ ഫുഡ്, അതായത് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നതിന് മുമ്പ് ഒരു കുടിയോ 2 കുടിയോ കഴിക്കുക, എന്നിട്ട് ഭക്ഷണം കഴിക്കുക. അതായത് വെള്ളത്തിൽ കഴിച്ചാലുള്ള ദോഷം എന്താ വെച്ച് പറഞ്ഞാൽ, കുടിച്ചിട്ട് വെള്ളം കുടിച്ചതായ ഈ സാധനം വെയിറ്റ്ലെസ് ആയതുകൊണ്ട് പൊങ്ങിക്കിടക്കും, അതിലേക്ക് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാനുള്ള ഒരു തടസ്സമുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് പറഞ്ഞാൽ, വിത്ത് ഫുഡ് ജസ്റ്റ്, അല്ലെങ്കിൽ ബിറ്റ്വീൻ ദ ഫുഡ് എന്നാണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ ദിനേശ് ബാബു സാർ പറഞ്ഞത്. ഒന്നിന്റെ ജസ്റ്റ് ബിഫോർ, പോകുന്ന ഭക്ഷണം കഴിക്കുന്നതിന്റെ ജസ്റ്റ് മുമ്പ് ഒരു ഗുളിക, ഒരു അര ഗ്ലാസ് വെള്ളം, വെള്ളം നിറയൊന്നും വേണ്ട, അര ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഇത് കഴിച്ചാൽ ആ ഭക്ഷണത്തോട് കൂടിയിട്ട് നമ്മൾ ദഹിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ ഭക്ഷണം ഒരു 2 ഇഡ്ഡലി 3 ഇഡ്ഡലി കഴിക്കുകയാണെങ്കിൽ 1 ഇഡ്ഡലി കഴിഞ്ഞ ശേഷം ഇത് കഴിച്ചാലും മതി. എങ്ങനെയായാലും അത് ഭക്ഷണത്തോടൊപ്പമാണ് ദഹിക്കേണ്ടത്. അപ്പോൾ അതാണ് ഗാമ റൈസിന്. അതുപോലെ ഒമേഗ, വെജ് ഒമേഗ എന്ന് പറയുന്നത് രാവിലെ ഭക്ഷണത്തിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ ശേഷം കഴിക്കുക. അങ്ങനെ തന്നെ ന്യൂട്രിചാർജ് മെന്നും ന്യൂട്രിചാർജ് വുമണും എല്ലാം അരമണിക്കൂർ മുമ്പാണ് കഴിക്കേണ്ടത്. അപ്പൊ അത് പ്രത്യേകം ഒരു ശ്രദ്ധിക്കുക. പിന്നെ എൻ്റെ ഒരു ദിനചര്യയും കൂടി പറഞ്ഞിട്ട് ഞാൻ പരിപാടി ക്ലോസ് ചെയ്യാം. എൻ്റെ ദിനചര്യ എന്ന് വെച്ചാൽ രാവിലെ 5 മണിക്ക് എണീറ്റ് 20 ml തവിടെണ്ണ പച്ചയ്ക്ക് കുടിക്കും. അതാണ് എൻ്റെ ആദ്യത്തെ എണീറ്റ് അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഗിലോയ് തുളസി അതുണ്ട്, അത് 30 ml 5 ഇരട്ടി ഇളം ചൂടുവെള്ളത്തിൽ അത് കഴിക്കും. രണ്ടാമതായില്ലേ. മൂന്നാമത്തത് ഞാൻ കഴിക്കുന്ന സാധനം, പിന്നെ നമ്മുടെ രാജസ്ഥാനും ഇവരൊക്കെ പറഞ്ഞ പ്രകാരം കുക്കമ്പർ ജ്യൂസ്, കുക്കമ്പർ കട്ട് ചെയ്തിട്ട് മിക്സിയിൽ അടിച്ച് കുറച്ച് വെള്ളം മിക്സി അടിച്ചിട്ട് അതൊരു ജ്യൂസ് കഴിക്കും. അത് കഴിഞ്ഞ് കുറച്ച് രാവിലത്തെ മൂന്നാമത്തെ ആയി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞ് PVMF പോലെ പ്രോട്ടീൻ കഴിക്കുന്നു. പ്രോട്ടീൻ ഞാൻ 4 സൈസിൽ, അതായത് ന്യൂട്രിചാർജ് സ്ട്രോബെറി പൗഡർ, ന്യൂട്രിചാർജ് ആൾപ്രോ, ന്യൂട്രിചാർജ് കേസർ പിസ്സ, അതുപോലെ എനർജി വിറ്റ, ന്യൂട്രിചാർജിന്റെ അല്ലെങ്കിലും നമ്മൾ ആർസിഎമ്മിന്റെ എനർജി വിറ്റ ആൻഡ് ന്യൂട്രിചാർജ് കിഡ്സ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ ഫുൾ ഒരു ജാറുണ്ട്, അതിലിട്ട് ആട്ടിച്ച് കലക്കി കുടിക്കും. കുടിച്ചാലാണ് നമ്മളെ പോലെ ചെറുപ്പമാകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ അത് കഴിക്കുക. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട്, അതായത് പിന്നെ ഭക്ഷണത്തിന്റെ ആവശ്യമില്ല, എന്നാലും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണം ലേറ്റായി കഴിച്ച ശേഷം ന്യൂട്രിചാർജ് അരമണിക്കൂർ ശേഷം ഉണ്ടുള്ള ന്യൂട്രിചാർജ് മെൻ കഴിക്കും. അതുപോലെ ന്യൂട്രിചാർജ് വെജ് ഒമേഗ കഴിക്കും. പിന്നെ അതുപോലെ ന്യൂട്രിചാർജ് S5, ഇത് മൂന്നും കൂടി കഴിക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ അത് കഴിക്കും. പിന്നെ ഒരു ദിവസം കഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉച്ചയ്ക്ക് സാധാ കഴിച്ച് വൈകിട്ട് ഇതേപോലെ തന്നെ ഒരു ന്യൂട്രിചാർജ്, വൈകിട്ട് എംപ്റ്റി സ്റ്റൊമക്ക് എന്ന് പറയുകയാണെങ്കിലും അങ്ങനെ പറയാൻ പറ്റില്ല, എങ്കിലും ആ സമയത്തും ഞാൻ ഗിലോയ് തുളസി ഒരു 30 ml 5 ഇരട്ടി ഇളം ചൂടുവെള്ളത്തിൽ കഴിക്കും. അപ്പോൾ ഒരു കുക്കുംബർ ജ്യൂസായിട്ട് കഴിക്കും. പിന്നെ വൈകിട്ട് ഒരു ന്യൂട്രിചാർജ് വ്യൂ കഴിക്കും. ഒരു ന്യൂട്രിചാർജ് വീണ്ടും ന്യൂട്രിചാർജ് വെജ് ഒമേഗ കഴിക്കും. ഒരു ന്യൂട്രിചാർജ് DHA 200 കഴിക്കും. ഇത് മൂന്നും ദിനചര്യയാണ്. ഇത് വൈകിട്ട് കഴിക്കുന്ന പ്രൊഡക്ട്സിൽ പെട്ടതാണ്. ഞാൻ അതിലെ കുറച്ച് അവിടെ 1-2 ഉള്ളൂ, ബാക്കിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ട്, അവിടെ എനിക്ക് സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ച് പിന്നെ ഭക്ഷണത്തിന് ശേഷമാണ് അത് കഴിക്കുന്നത്. അതിനുശേഷം അരമണിക്കൂർ, എപ്പോഴും ഭക്ഷണത്തിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് അടുത്തത് കഴിക്കാൻ പോകുന്നത്. അടുത്ത ഭക്ഷണത്തിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ ശേഷം മീറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ 3/4 മണിക്കൂറൊക്കെ കഴിക്കും. അത് കഴിഞ്ഞ് നമ്മളുടെ ന്യൂട്രിചാർജ് ബയോയിച്ച് അതൊന്ന് കഴിച്ചാൽ വൈകിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പാടുള്ളൂ. അത് ഉറങ്ങുന്നത് 15 മണിക്ക് ശേഷമാണ്. അപ്പൊ ഇത് 9 മണിയാകുമ്പോഴേക്ക് ചിലപ്പോൾ അത് കഴിക്കും, അല്ലെങ്കിൽ 9 കഴിച്ചാൽ ഞാൻ 15-15 3/4 മണിക്കൂർ ഇതിനു വേണ്ടി ഞാൻ മാറ്റിവെക്കും. ഇതൊക്കെയാണ് നമ്മുടെ ദിനചര്യ. ഇതിന് നമ്മൾ എല്ലാവരും പ്രാപ്തമാകണം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ RCMല് നമ്മൾക്ക് വരുമാനം കിട്ടുന്നതൊക്കെ അമൽ സാർ പറയും, അല്ലെങ്കിൽ ചെയ്യും. അപ്പോൾ ഇതിൽ RCMൽ ഒരു 4 പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ലീഡേഴ്സ് പറയുന്നത്. ഒന്നെന്താണ്, അറിവില്ല എന്ന അറിവ് നമുക്കുണ്ടായിരിക്കണം. നമുക്ക് എല്ലാം തികഞ്ഞു എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. അറിവില്ല എന്ന അറിവ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അറിയണം എന്നുള്ള അറിവും വേണം. നമുക്ക് ഇന്നത് അറിയണം എന്നുള്ള അറിവും നമ്മൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അറിവുള്ളവരിൽ നിന്ന് അറിവ് ഉണ്ടാക്കണം എന്ന അറിവുണ്ടാക്കണം. അറിവുള്ളവരിൽ നിന്ന് ഇപ്പോൾ ജെയിംസ് സാറിനെ പോലെ അല്ലെങ്കിൽ അമിത് സാറിനെ പോലുള്ളവരിൽ നിന്ന് അറിവ് നമ്മൾ സ്വായത്തമാക്കണം. അതും മൂന്നാമത്തേത്. നാലാമത്തെ, അറിവിൽ നിന്നും ഒരു തിരിച്ചറിവുണ്ടാവണം. അറിഞ്ഞാൽ മാത്രം പോരല്ലോ, അത് എന്താണെന്നുള്ള തിരിച്ചറിവുണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ ചെറിയൊരു ഇതിൽ ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ RCMൽ വന്നാലുള്ള അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അത് അമൽ സാറ് ജെയിംസ് സാറ് വേറെ ആരെങ്കിലും പറയും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ട്രഡീഷണൽ മാർക്കറ്റിങ്ങും മൾട്ടി ലെവൽ RCM തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ലെങ്കിൽ അത് അടുത്തൊരു മീറ്റിംഗിൽ ഇതാക്കാം. എന്തായാലും
10 മണി ആവറായി. അത് 2-3 മിനിറ്റേ ഉള്ളൂ. അപ്പൊ താങ്ക് യു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി. പ്രത്യേകിച്ച് അമൽ സാറിന് ഞാൻ 2 കൈ കൊണ്ട് തൊഴിൽ കൊണ്ട് നന്ദി പറയുന്നത്. കാരണം വെച്ചാൽ നമ്മളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ ഇത് ചെയ്യാൻ വേണ്ടി തന്ന് അതിന് പ്രത്യേകിച്ച് അമൽ സാറിന് നന്ദി പറയുന്നു. എന്തായാലും തിരുവല്ലാമല വെച്ച് നേരിട്ട് കാണാം. ഓക്കെ, താങ്ക് യു അമൽ സാർ. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. मेरा चार्ज न्यूट्री चार्ज मेरा चार्ज ന്യൂട്രി ചാർജ്. ജി ആർ സിൻ സാർ, നല്ല അടിപൊളി. എന്താ പറയാ, ഇത്രയും കാലം എവിടെയായിരുന്നു എന്നാണ് ചോദിക്കാൻ. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രോഗ്രാം തന്നില്ല എന്നൊക്കെ പല ആളുകളുടെ ഉള്ളിലിരിക്കുന്ന എന്താ പറയാ കാര്യങ്ങളാണ്, ചോദ്യങ്ങളാണ്. എവിടെ പോയി സാർ ഇത്രയും കാലം ഇത്രയും നോളേജ് ഉള്ളിൽ വെച്ചിട്ട് എന്ന്. അപ്പോ ഇനി അതിന്റെ സമയമാണ്. ഉള്ളിലിരിക്കുന്ന നോളേജ് ബാക്കിയുള്ള എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ നമ്മുടെ രാധാകൃഷ്ണൻ സാറിന് മുന്നോട്ട് വന്നു. അപ്പൊ വളരെ ഗംഭീരമായിട്ടുള്ള, എന്താ പറയാ, അടിപൊളി പ്രോഗ്രാമാണ്. വളരെ ഗംഭീരമായിട്ടുള്ള. എനിക്കിവിടെ പറയാനുള്ളത് ഒന്ന്, സാറിന്റെ ഈ ഒരു നോളേജ് അല്ലെങ്കിൽ ഇത്രയും ഡീപ്പായിട്ട് പ്രൊഡക്റ്റുകളെ പറ്റിയിട്ട് പറയാനുള്ള ഏറ്റവും വലിയൊരു കാരണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രാപ്തനായ ഏറ്റവും വലിയൊരു കാരണം, കണ്ടിന്യൂസ്ലി പ്രോഗ്രാമുകൾ കേട്ടതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. കണ്ടിന്യൂസ്ലി. കാരണം എല്ലാ ദിവസവും 11 മണിക്ക് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ചില ദിവസം ആഴ്ചയിൽ 2-3 ദിവസങ്ങൾ 11 മണിക്ക് ഉണ്ടാവുന്ന നമ്മുടെ സുരേഷ് സാറിന്റെയും അതായത് ഡോക്ടർ കപിൽ കപൂർ ദേവ് സാറിന്റെയും പ്രോഗ്രാമുകൾ നിരന്തരം കേട്ടിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു ഇത്രയും നല്ല രീതിയിൽ പ്രൊഡക്റ്റുകളെ പറ്റി പറഞ്ഞു കൊടുക്കാനും, അതെല്ലാം ജസ്റ്റ് പറയൽ മാത്രമല്ല, സാർ ഒരു ദിവസം യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ ഒരു ദിനചര്യയും കൂടിയും പറഞ്ഞു തന്നു. ഒന്ന് ആലോചിക്കൂ, അദ്ദേഹം ജസ്റ്റ് പ്രൊമോട്ട് ചെയ്യുക മാത്രമല്ല, പിന്നെ അദ്ദേഹം പറഞ്ഞു വയസ്സ് എത്രയായെന്ന് അദ്ദേഹത്തിന്റെ പറയാൻ കുറച്ച് പാടാ. സത്യമാണ്. ആ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വയസ്സ് പറയാൻ ഭയങ്കര പാടാ. അതും അദ്ദേഹം കണ്ടിന്യൂസ്ലി പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ടാണ് എന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ കയ്യിലിരിക്കുന്ന മാണിക്യത്തെ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ കയ്യിലിരിക്കുന്ന ന്യൂട്രിചാർജ് എന്ന് പറയുന്ന ആ ബ്രാൻഡ്, അത് നമുക്ക് തരുന്ന ആരോഗ്യകരമായിട്ടുള്ള ഗുണങ്ങൾ, അതേപോലെ തന്നെ ആന്റി ഏജിങ്. ഒരുവിധം പ്രായം എല്ലാവരും ചിന്തിക്കണം, പ്രായമൊക്കെ ഒന്ന് കുറയ്ക്കണം. അതിനിപ്പോൾ ഡെയിലി ആൾക്കാർ പലരും യൂസ് ചെയ്യുന്നുണ്ട്, സ്കിന്നിന് പല കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം ശരീരത്തിന്റെ ഉള്ളിലേക്ക് കൊടുക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ അത് സാർ ഇവിടുന്ന് തെളിയിച്ച് തന്നു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കയ്യടി എല്ലാവരും കൊടുക്കണം. ക്യാമറ ഓൺ ആക്കിയിട്ട് തന്നെ ഇതെങ്ങനെ കൊടുക്കാം. എല്ലാവർക്കും നല്ലൊരു കയ്യടി. ഇനി നമുക്ക് നമ്മുടെ സുഭാഷ് സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം കേട്ട് 2 വാക്ക് പറയാൻ, അഭിപ്രായം പറയാനായിട്ട് നമ്മുടെ റോയൽ ടീച്ചർ സുഭാഷ് സാറെ ഞാൻ ക്ഷണിക്കുന്നു. സാർ പ്ലീസ് വെൽക്കം. സാർ ഒരു 10-16 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള സാറാണ്. ഒരുപാട് കഴിവുകളുണ്ട്. സാർ അത് പുറത്തേക്ക് എടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇതുവരെ കണ്ട പിക്ചറൊന്നുമല്ല സാറില്ലേ. കാരണം ന്യൂട്രി ചാർജ് ഉപയോഗിച്ചിട്ട് 66 വയസ്സുള്ളത് 6 അതേപോലുള്ള പ്രോഗ്രാം സാറ് പുറത്തേക്ക് ഇറങ്ങണം. കാരണം വെച്ചാൽ സാറ് ഒരുപാട് കഴിവുകളുണ്ട്. കാരണം നമ്മളൊക്കെ ഇതില് പിച്ച വെച്ച് നടക്കുക. അതില് മുന്നേ സാർക്ക് കഴിവുകളുണ്ട്. സാറ് പുറത്തേക്ക് ഇറങ്ങണം. എല്ലാ കഴിവുകളും എല്ലാ ഇതും ഉണ്ട്, അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ട്. സാറ് പുറത്തേക്ക് ഇറങ്ങേണ്ട സമയം കഴിഞ്ഞു. അടിപൊളി പ്രോഗ്രാം. ഒരുപാട് പ്രോഡക്റ്റ് സാറ് ഉപയോഗിച്ചതിനെ കുറിച്ച്, ന്യൂട്രി ചാർജിന്റെ പ്രത്യേകിച്ച് എല്ലാ പ്രോഡക്റ്റ് ഉപയോഗിക്കണം. സാറ് പറഞ്ഞതിന്റെ ഒരു പകുതി മുക്കാലും ഞാൻ ശരി ഉപയോഗിക്കേണ്ടി പറഞ്ഞതൊക്കെ. പക്ഷെ നല്ല റിസൾട്ട് തന്നെയാണ്. അത് നമ്മുടെ അനുഭവമാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. പച്ച മനുഷ്യനായിട്ട് ഒരു വെള്ളം ചേർക്കാണ്ട് ഒരു ഇതും ഇല്ലാണ്ട് കറക്റ്റായിട്ട് ഉപയോഗിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. RCMല് രക്ഷപ്പെടാൻ ഇതേപോലെ ഒരു അവസ്ഥ വേറെ ഒന്നുമില്ല. കാരണം ഞാൻ തന്നെ ഇപ്പൊ ഒരുപാട് 5 വർഷം ഇതിൽ വന്നിട്ട് 3 കൊല്ലം പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. 2-2.5 വർഷമായിട്ട് അമലും ഞാനും വർക്ക് ചെയ്തപ്പോഴാണ് ഈ ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്തിയത്. പക്ഷെ നമുക്ക് വർക്ക് ചെയ്യാൻ കിട്ടുന്നില്ല. കാരണം നമ്മൾ വേറെ വർക്കുള്ളതുകൊണ്ട്, അതിൽ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ കുടുങ്ങിക്കിടക്കുക. പക്ഷെ എന്നാലും വിട്ടില്ല. സംഭവം എന്ത് വർക്ക് ചെയ്താലും ആരോഗ്യം സാമ്പത്തികം ഒക്കെ ഞെരുങ്ങും. RCMൽ വന്നു കഴിഞ്ഞാൽ ആരോഗ്യം ഉണ്ടാവും, സാമ്പത്തികം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എല്ലാം കിട്ടുന്ന ഒരു പാക്കേജ് RCM ആണ്. നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണം, പറയണം. അടിപൊളി പ്രോഗ്രാം. സാർ എന്നും ഇതേമാതിരി പ്രോഗ്രാം ചെയ്യണം. RCM, ഗുഡ് RCM. താങ്ക് യു സുഭാഷ് സാർ. നന്ദി. താങ്ക് യു സുഭാഷ് സാർ. താങ്ക് യു JRCM. അപ്പോ ഇനി ആർക്കെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഒന്നിൽ മൈക്ക് ഓണാക്കുക, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാട്ടോ. ഇതിൽ ക്യാമറ ഓണാക്കി ഗോപകുമാർ സാറെ, അദ്ദേഹം ക്യാമറ ഓണാക്കിയിട്ട് തുടക്കം തൊട്ട് കേട്ടോണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ക്ലാസ്. അപ്പൊ ഞാൻ നമ്മുടെ ഗോപകുമാർ സാറെ 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. സാർ പ്ലീസ് വെൽക്കം JRCM. അമൽ സാർ, JRCM രാധാകൃഷ്ണൻ സാർ.
രാധാകൃഷ്ണൻ സാറ് ഒരു അറിവ് കൊണ്ട് തന്നെ ഒരു ഗദ്യ കവിത എഴുതി. അറിവിൽ നിന്നൊരു തിരിച്ചറിവുണ്ടാകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊരു കവിതയാണ് കേട്ടോ സാറേ. അപ്പൊ അതെ. സാർക്ക് സാറ് സ്ഥിരമായിട്ട് സൂം കാണുന്ന ആള്. ഇപ്പൊ നമ്മുടെ കപിൽ കപൂർ സാറിനെ പ്രോഗ്രാമിൽ പറയാറുണ്ട്, വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നവരിൽ രാധാകൃഷ്ണൻ സാർ എന്ന് പറഞ്ഞിട്ട് അതെ, പറഞ്ഞ് തീർച്ചയായും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ സാർക്ക് വലിയ ഈ RCMൽ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ സാറിനെ അറിയുന്ന ഒരുപാട് പേരുണ്ട്. ഒരു അപ്പൊ വലിയ അത് കപിൽ കപൂർ സാറിന്റെ സാറാണ് നമ്മളെ ഇടയ്ക്കൊക്കെ പേര് വിളിച്ച് ഇത് ചെയ്യുന്നത്. സാറിന്റെ ഡെഡിക്കേഷൻ ആണത്. അത് സമ്മതിച്ചു. പിന്നെ ഇതുപോലെ പോഷകങ്ങൾ ഇത്രയും കൃത്യമായിട്ട് വേറെ ആളുകൾ കഴിക്കണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ കഴിക്കുന്നുണ്ട്. മാൻ കഴിക്കുന്നുണ്ട്, ഒമേഗ കഴിക്കുന്നുണ്ട്, ഗ്ലൈസിൻ ടാബ് കഴിക്കുന്നുണ്ട്, പിന്നെ ഗാമ കഴിക്കുന്നുണ്ട്, S5 കഴിക്കുന്നുണ്ട്. ഇത്രയേ ഞാൻ കഴിക്കുന്നുള്ളൂ. പക്ഷെ മുമ്പ് സാറ് ന്യൂട്രിചാർജ് എന്ന് അതിന് പറയണം കേട്ടോ. അതിന് മുമ്പ് ന്യൂട്രിചാർജ് എന്ന് പറയണം. കമ്പനി ഒരിക്കലും മെൻ വുമൻ SY പറയാൻ പാടില്ല, പറയും അല്ല ന്യൂട്രിചാർജ് നമ്മൾ അങ്ങനെ പറയും. ന്യൂട്രിചാർജ് മാൻ, ന്യൂട്രിചാർജ്, വുമൻ. വെജ് ഒമേഗ, അങ്ങനെയുള്ള ആ, ഐറ്റംസ് എല്ലാം ഞാൻ കഴിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. പക്ഷെ സാറ് വെറുതെ അല്ല ഇത്രയും സൗന്ദര്യം, ഇത്രയും അയ്യോ, യുവത്വം ഒക്കെ മുഖത്ത് തുളിമി നിൽക്കുന്നത്. അത് സാറിൻ്റെതായുള്ള ആ ഒരു ഭക്ഷണ രീതി തന്നെയാണ്. ഇത് സാറ് മാതൃകയാണ് സത്യത്തില്. RCMല് എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് സാറ്. അപ്പൊ സാറിന്റെ ഈ ഇത്തരം ഈ സമീപനം ഞങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ ഈ ന്യൂട്രിചാർജ് കഴിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനൊക്കെ ഒരു പ്രചോദനം തന്നെയാണ്. അപ്പോ വേറൊന്നുമില്ല. JRCM, ഗുഡ് RCM. ഓക്കെ. താങ്ക് യു. നമ്മളെ ന്യൂട്രിചാർജ് വെജ് ഒമേഗ ഇറങ്ങിയ സമയത്ത് നമ്മുടെ MD TC ചാപ്രാജി പറഞ്ഞു, നിങ്ങൾ പിന്നെ അടുത്ത വർഷം ഇവിടെ വരുമ്പോൾ ഇവിടെ ട്യൂബിലേറ്റ് ഒന്നും ഇടില്ല. പറഞ്ഞപ്പോൾ ആൾക്കാർ എന്താ ട്യൂബിലേറ്റ് ഇടേണ്ട ആവശ്യമില്ല, വെജ് ഒമേഗ കഴിച്ചാൽ